കേരളത്തിൽ ശക്തൻ തമ്പുരാന്റെ ഭരണകാലത്ത് ആറാട്ടുപുഴ പൂരം ആയിരുന്നു ഏറെ പ്രശസ്തമായത്. പല ദേശങ്ങളിൽ നിന്നുള്ള ഘോഷയാത്രകൾ അക്കാലത്ത് ആറാട്ടുപുഴ പൂരത്തിനെത്തുമായിരുന്നു. ദേവതകളെല്ലാം ആറാട്ടുപുഴ പൂരത്തിൽ പങ്കെടുക്കാനെത്തും എന്നാണ് വിശ്വാസം. 1796 ആറാട്ടുപുഴ പൂരത്തിന് ശക്തമായ കാറ്റും മഴയും നിമിത്തം പാറമേക്കാവ്, തിരുവമ്പാടി, ചെമ്പൂക്കാവ്, കാരമുക്ക്, ലാലൂർ, അയ്യന്തോൾ, ചൂരക്കാട്ടുകാവ്, നെയ്തലക്കാവ്, കണിമംഗലം എന്നീ ക്ഷേത്രങ്ങൾക്ക് ആറാട്ടുപുഴയിലെത്താൻ സാധിച്ചില്ല. ഈ സംഘങ്ങൾക്ക് പൂരത്തിനെത്താൻ കഴിയാതിരുന്നതിനാൽ ഭ്രഷ്ട് കൽപ്പിച്ചെന്നാണ് പറയപ്പെടുന്നത്. സംഭവം അറിഞ്ഞ് കുപിതനായ ശക്തൻ തമ്പുരാൻ അടുത്ത പൂരം നാളിൽ തൃശൂർ പൂരം ആരംഭിച്ചു. പൂരത്തിലെ പ്രധാന പങ്കാളികൾ തിരുവമ്പാടിയും പാറമേക്കാവുമാണ്. നഗരമധ്യത്തിലുള്ള വടക്കുന്നാഥൻ ക്ഷേത്രത്തിലും ചുറ്റുമുള്ള തേക്കിൻകാട് മൈതാനത്തിലുമാണ് പൂരത്തിന്റെ ചടങ്ങുകൾ നടക്കുക. 8 ചെറുപൂരങ്ങൾ കൂടി ഉൾപ്പെടുന്നതാണ് തൃശൂർ പൂരം. തിരുവമ്പാടി, പാറമേക്കാവ് ദേവസ്വങ്ങൾക്ക് മാത്രമായി ചില അവകാശങ്ങളുണ്ട്. പൂരത്തോടനുബന്ധിച്ചുള്ള വെടിക്കെട്ടും കുടമാറ്റവും ഈ ദേവസ്വങ്ങളുടെ മാത്രം അവകാശമാണ്. പൂരത്തിന്റെ പ്രധാന ചടങ്ങുകളായ ഇലഞ്ഞിത്തറമേളം, തെക്കോട്ടുവക്കം, കുടമാറ്റം തുടങ്ങിയവ വടക്കുന്നാഥന്റെ ക്ഷേത്ര പരിസരത്തു തന്നെ അരങ്ങേറുന്നു. സമയക്രമമനുസരിച്ച് മുഖ്യ വിഭാഗങ്ങൾക്ക് വളരെ മുമ്പേ നടക്കുന്ന ചെറുപൂരങ്ങളുടെ എഴുന്നള്ളിപ്പോടെ പ്രധാന ദിവസത്തെ പൂരം ആഘോഷങ്ങൾക്ക് തുടക്കം. കണിമംഗലം ശാസ്താവ് പൂരത്തിന് ആദ്യമെത്തുന്നു. കാരമുക്ക് ഭഗവതി, ചൂരക്കോട്ടുകാവ് ഭഗവതി, നെയ്തലക്കാവ് ഭഗവതി, ലാലൂർ ഭഗവതി, അയ്യന്തോൾ കാർത്യായനി, ചെമ്പൂക്കാവ് ഭഗവതി, പനക്കേമ്പള്ളി ശാസ്താവ് എന്നിവരാണ് ചെറുപൂരങ്ങൾ അവതരിപ്പിക്കുന്നത്. ഈ 8 പൂരങ്ങളും സ്വന്തം ക്ഷേത്രത്തിൽ അരങ്ങേറാതെ വടക്കുന്നാഥന്റെ മുമ്പിലാണ് പൂരം അവതരിപ്പിക്കുന്നത്. കേവലം ദൃശ്യശ്രവ്യ വിരുന്നൊരുക്കുക മാത്രമാണ് പൂരം നാളിൽ നടക്കുന്നത്.